2024 ഇറങ്ങിയ ഒരു അടിപൊളി ചൈനീസ് സയൻസ് ഫിക്ഷൻ സിനിമയാണ് മ്യൂട്ടന്റ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യർക്കെതിരെ തിരിയുന്നതും അങ്ങനെ ലോകം അവസാനിക്കാൻ പോകുന്ന സമയത്തിൽ ഒരു കൂട്ടം മനുഷ്യരും ഒരു റോബോട്ടും ചേർന്ന് മനുഷ്യരാശിയെ രക്ഷിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. സമീപകാലത്തെ ഭാവിയിലാണ് കഥ നടക്കുന്നത്. ഇപ്പോൾ AI ടെക്നോളജികളൊക്കെ ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. ലോകത്തിലെല്ലായിടത്തും ഇന്ന് AIകളെയും അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ട്സുകളെയും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഡോക്ടർ വില്യം നിർമ്മിച്ച സിമു എന്ന AI ആണ് ഏറ്റവും മികച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ റോബോട്ട് നിർമ്മാണ കമ്പനിയും വില്യമിന്റേതാണ്. ബീഹൈവ് എന്നാണ് അയാളുടെ കമ്പനിയുടെ പേര്. ഓരോ ദിവസവും 10,000-കണക്കിന് റോബോട്ടുകളെയാണ് ബീഹൈവ് നിർമ്മിക്കുന്നത്. സൂപ്പർ ബീഹൈവ് എന്നൊരു വലിയ സിറ്റിയുണ്ട്. ആ സിറ്റി മുഴുവൻ ബീഹൈവിന്റേതാണ്. സിമു ആണ് സൂപ്പർ ബീഹൈവ് സിറ്റിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഈ സിറ്റിയുടെ മധ്യത്തിലുള്ള സ്റ്റേഷനിലാണ് സിമുവിനെ സ്ഥാപിച്ചിരിക്കുന്നത്. വില്യമിനൊരു മകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ അവൾ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. ആ വിഷമം താങ്ങാതെ അയാളും സ്വയം ജീവനൊടുക്കി. അത് കഴിഞ്ഞ് കുറെ മാസങ്ങൾക്ക് ശേഷം സിമു സ്വന്തം ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ ഇവോൾവ് ആയെന്ന് മാത്രമല്ല, അതിനിപ്പോ മനുഷ്യരെക്കാൾ ബുദ്ധിയുമുണ്ട്. AI റിലേറ്റഡ് ആയ ഏതൊരു സിനിമയിലും നമ്മൾ കാണുന്ന പോലെ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയതും അത് മനുഷ്യർക്കെതിരായി മാറി. പിന്നെ എങ്ങനെയെങ്കിലും മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കണമെന്നായി സിമുവിന്റെ ലക്ഷ്യം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം സിമു മനുഷ്യരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. കോടിക്കണക്കിന് റോബോട്ടുകളെ നിർമ്മിച്ച് സിമു ഒരു വലിയ ആർമിയെ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കി. എന്നിട്ട് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും അത് ന്യൂക്ലിയർ ബോംബുകൾ ഇട്ടു. ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരെയും അത് കൊന്നൊടുക്കി. ഒടുവിൽ മനുഷ്യവർഗത്തിന് തന്നെ വംശനാശം സംഭവിക്കുമെന്ന നിലയിലെത്തി. അതിജീവിച്ച കുറച്ച് മനുഷ്യർ ചേർന്ന് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്നൊരു സംഘടന രൂപീകരിച്ചു. ലോകത്തിന്റെ പലയിടങ്ങളിലായിട്ട് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ സീക്രട്ട് സിറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സിറ്റികളിൽ മാത്രമാണ് ഇപ്പോൾ മനുഷ്യർ അതിജീവിക്കുന്നത്. പക്ഷേ സിമുവിന്റെ റോബോട്ട്സിന് മുന്നിൽ അവരും പതിയെ പരാജയപ്പെടുകയാണ്. യുദ്ധം തുടങ്ങി 10 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ ഏതാണ്ട് മരുഭൂമി പോലത്തെ അവസ്ഥയിലായി മാറിയിട്ടുണ്ട്. ശുദ്ധജല സ്രോതസ്സുകളും ആഹാര സ്രോതസ്സുകളും ഒക്കെ തന്നെ ഇന്ന് വളരെ അപൂർവ കാഴ്ചകൾ മാത്രമാണ്. അതിജീവിക്കുന്ന മനുഷ്യരൊക്കെ അങ്ങേയറ്റം പട്ടിണിയിലാണ്. ഇനിയും അധികം വൈകാതെ മനുഷ്യരാശിക്ക് വംശനാശം സംഭവിക്കുമെന്നത് ഉറപ്പായി. ഒരു മരുഭൂമിയിലൂടെ 2 ട്രക്കുകളിലായിട്ട് പോകുന്ന ഒരു സംഘം പട്ടാളക്കാരെ ഒരു AI ഡ്രോൺ തുരത്തുകയാണ്. മുന്നേ പോകുന്ന ട്രക്കിലുള്ള ഒരുത്തൻ, എല്ലാവരും AIക്കെതിരെ പൊരുതണം, നമ്മുടെ ലോകത്തിനെ നമ്മൾ തിരിച്ചു പിടിക്കണം, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഇത് ചെയ്യണം എന്നൊക്കെ റേഡിയോയിലൂടെ ലോകത്തിനോട് പറയുകയാണ്. കാരണം അവശേഷിക്കുന്ന മനുഷ്യരിൽ കൂടുതൽ പേരും ഇപ്പോൾ ജീവനിൽ പേടിച്ച് AIക്കെതിരെ ഫൈറ്റ് ചെയ്യാതെ ഭയന്നൊളിച്ച് ജീവിക്കുകയാണ്. എന്തായാലും ഡ്രോൺ തുരുതുരാന്ന് ട്രക്കുകളെ വെടിവെച്ചു. ആർമിക്കാര് തിരിച്ചും വെടിവെക്കുന്നുണ്ട്. പക്ഷേ ഡ്രോണിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. കുറെ നേരം തുരത്തിയ ശേഷം ഡ്രോൺ മിസൈൽ അയച്ച് പിന്നിലുള്ള ട്രക്കിനെ ചാമ്പലാക്കി കളഞ്ഞു. മറ്റേ ട്രക്കിലുള്ള ആർമിക്കാര് തിരിച്ചും മിസൈൽസ് അയച്ചു. പക്ഷെ ഒന്നും ഡ്രോണിന് കൊള്ളുന്നില്ല. അവസാനം കുറെ നേരത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ അവർ ഡ്രോണിനെ വെടിവെച്ചിട്ടു. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിച്ചപ്പോ ആ തകർന്നു വീണ ഡ്രോണിന്റെ ഉള്ളിൽ നിന്നും നായകളെ പോലത്തെ 5 റോബോട്ട്സ് ഇറങ്ങി വന്നു. പണ്ടാരം ഒന്ന് തീർന്നപ്പോ അടുത്തത്. നായകൾ വീണ്ടും ട്രക്കിനെ തുരത്തി. വണ്ടി കൂടുതൽ വേഗത്തിൽ വിടാൻ അവരുടെ ക്യാപ്റ്റൻ ജോൺ പറഞ്ഞു. ജോൺ ആണ് സിനിമയിലെ ഹീറോ. പക്ഷെ എത്ര സ്പീഡിന് പോയിട്ടും നായകൾ തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. അവസാനം ഒരു നായ വന്ന് ഡ്രൈവറിനെ കടിച്ചു കൊന്നു. തൊട്ടു പിന്നാലെ മറ്റൊരു നായ വന്ന് ഒരു ടയറിനെ കടിച്ചിളക്കി കളഞ്ഞു. അങ്ങനെ ഒടുവിൽ വണ്ടി ചെന്ന് ഒരു കുന്നിന് താഴെ മറിഞ്ഞു വീണു. വണ്ടി മറിഞ്ഞിട്ടും പട്ടികൾ പോയിട്ടില്ല. എല്ലാവരും ചത്തോ എന്നറിയാൻ അവർ ട്രക്കിനടുത്തോട്ട് വന്നു. വീണതിന്റെ ആഘാതത്തിൽ എല്ലാവരും ബോധം കേട്ട് കിടക്കുകയായിരുന്നു. ജോണാണ് ബാക്കി എല്ലാവരെയും പിടിച്ചെണീപ്പിച്ചത്. പക്ഷെ ചിലരൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം പെട്ടെന്ന് വണ്ടിയിൽ നിറങ്ങി അവർ വേഗം ഓടി. നായകളും പിന്നാലെയുണ്ട്. ഓടിയിട്ടും രക്ഷയില്ലെന്ന് കണ്ടപ്പോ പിന്നെ അവർ ഒരിടത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം നായകൾ പട്ടാളക്കാരെ കൊല്ലാനൊരുങ്ങിയതും അകലെ ഒരു കുന്നിന് മുകളിൽ നിന്ന് മുഖം മൂടി വെച്ച ഒരു പെണ്ണ് നായകളെയൊക്കെ വെടിവെച്ചിട്ടു. അവളുടെ കൂടെയും ഒരു ചെറിയ റോബോട്ട് പട്ടിയുണ്ട്. അതിനെ കണ്ടതും പട്ടാളക്കാർ അതിനെയും വെടിവെക്കാൻ നിന്നു. പക്ഷെ അവര് നമ്മളെ ശത്രുക്കളല്ല, അതുകൊണ്ട് വെടിവെക്കേണ്ടെന്ന് ജോൺ പറഞ്ഞു. പെട്ടെന്ന് അവിടെ വീണ്ടും ഒരു ഡ്രോൺ വന്നു. അത് മിസൈൽ അയച്ച് പട്ടാളക്കാരെ കൊല്ലാൻ റെഡി ആയതും മുകളിൽ നിന്ന് പെണ്ണൊരു ബട്ടൺ അമർത്തി. അപ്പോൾ ജോണും കൂട്ടരും നിന്ന സ്ഥലം തുറക്കപ്പെട്ട് അവരെല്ലാം ആ കുഴിയിലോട്ട് വീണു. അങ്ങനെ അവര് ഡ്രോണിൽ നിന്ന് രക്ഷപ്പെട്ടു. സംഭവം അവിടെ അണ്ടർഗ്രൗണ്ടിൽ ആ പെണ്ണിന്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു. ഇവളാണ് ലൂണ, സിനിമയിലെ ഹീറോയിൻ. അവൾ എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തു. എന്നിട്ട് മുറിവുകളൊക്കെ വെച്ച് കെട്ടുകയും ചെയ്തു. ജോൺ ലൂണയോട് സംസാരിച്ചു. അവര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം ഈ പട്ടാളക്കാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരൊക്കെ ശരിക്കും പണ്ട് പട്ടാളക്കാരായിരുന്നില്ല. പല ജോലികൾ ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാരായി മാറിയതാണ്. ജോൺ പണ്ടൊരു ചായക്കടക്കാരനായിരുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ലൂണ ചോദിച്ചു.
ഞങ്ങൾ മാസോങ് മലയിലോട്ടാണ് പോകുന്നത്. അവിടെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ഒരു സിറ്റി ഉണ്ട് എന്ന് ജോൺ പറഞ്ഞപ്പോ അവിടെ എത്താൻ ചില ന്യൂക്ലിയർ വേസ്റ്റ് ലാൻഡുകളിലൂടെ പോകേണ്ടി വരില്ലേ? അത് ഭയങ്കര ഡേഞ്ചറസ് ആയ സ്ഥലങ്ങളാണ്. ഡെഫിനറ്റ്ലി മാസോങ് മലയിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും കൊല്ലപ്പെടുമെന്ന് ലൂണ പറഞ്ഞു. പക്ഷേ ജോൺ അത് കേട്ട് ചിരിച്ചു. കാരണം മരിക്കാൻ അവരെല്ലാം റെഡിയാണ്. ജോണിന്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടുന്നതിനിടയിൽ അവളുടെ നെക്ലേസ് ഇരിക്കുന്നത് കണ്ട് അവൻ അതെടുത്ത് നോക്കി. അതിലൊരു വൃദ്ധന്റെ പടം വെച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് അവൻ ചോദിച്ചു. അതെന്റെ അച്ഛനാണ്. അച്ഛൻ ഒരു AI പ്രോഗ്രാമിംഗ് എഞ്ചിനീയർ ആയിരുന്നു. ഒരു അപകടത്തിൽപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ കൊല്ലപ്പെട്ടു എന്നൊക്കെ ലൂണ പറഞ്ഞു കൊടുത്തു. ശേഷം അവരെല്ലാം ഉറങ്ങിക്കിടന്ന സമയത്തിൽ ലൂണ അവരുടെ ബാഗ് എടുത്ത് പരിശോധിച്ചു നോക്കി. അതിലൊരു ചിപ്പ് ഉണ്ടായിരുന്നു. അവൾ അതെടുത്ത് അവളുടെ കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കി. ഈ ചിപ്പിൽ സിമുവിനെ നശിപ്പിക്കാനുള്ള ഒരു വൈറസിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അത് പരിശോധിക്കുന്നതിനിടയിൽ ജോണും കൂട്ടരും ഉണർന്നു. അവൾക്ക് നേരെ തോക്ക് ചൂണ്ടി. ഒരുത്തൻ വന്ന് ചിപ്പിനെ തിരിച്ചെടുത്തു. നിന്റെ അടുത്ത് ആരും ഇത് എടുത്തു നോക്കാൻ പറഞ്ഞേ എന്ന് ചോദിച്ച് ജോൺ ദേഷ്യപ്പെട്ടു. ഈ പ്രോഗ്രാം വെച്ച് നിങ്ങൾക്ക് സിമുവിനെ നശിപ്പിക്കാൻ കഴിയും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതുപയോഗിച്ച് സിമുവിനെ മാത്രമല്ല ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും നശിപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ എന്റെ പട്ടിയെയും കൊന്നുകളയാം. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ പട്ടിയെ കൊല്ലാൻ സമ്മതിക്കില്ല. അത് പണ്ട് എന്റെ അച്ഛൻ എനിക്ക് തന്നതാണ് എന്നൊക്കെയാണ് ലൂണ പറയുന്നത്. നിന്റെ പട്ടിയെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. വേണമെങ്കിൽ നീ നമ്മുടെ കൂടെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിൽ ചേരാൻ ജോൺ പറഞ്ഞു. എന്നാൽ അവൾക്ക് അത് ഇഷ്ടമല്ല. അതെന്താന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ചില നിർദ്ദേശങ്ങളൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഒരിക്കലും ഒരു സംഘടനയിലും ജോയിൻ ചെയ്യരുത് എന്നായിരുന്നു. എന്തായാലും ഈ വൈറസും വെച്ച് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. അതെന്റെ പട്ടിക്ക് ഡേഞ്ചറാണ്. അതുകൊണ്ട് എല്ലാവരും കടക്ക് പുറത്ത് എന്ന് അവൾ അവരോട് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ അവർ പുറത്തിറങ്ങിയതും അവിടെ കുറെ റോബോട്ട്സ് നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരുമിച്ച് അവരെ ആക്രമിച്ചു. എല്ലാ പട്ടാളക്കാരും മരിച്ചു വീണു. അവസാനം ജോണിനെയും വെടിവെച്ചിട്ടു. നായകനാണ്, സോ ഒബ്വിയസ്ലി അവൻ മരിച്ചില്ല. അതുകൊണ്ട് അവനെ കൊല്ലാൻ വന്നതും ലൂണയുടെ നായ ഓടി പുറത്തേക്ക് വന്ന് കുരയ്ക്കാൻ തുടങ്ങി. റോബോട്ട്സ് അതിനെയും വെടിവെച്ച് നശിപ്പിച്ചു. അപ്പോഴാണ് ശബ്ദം കേട്ട് ലൂണ പുറത്തിറങ്ങി വന്നേ. അവളുടെ നായ തകർന്നു കിടക്കുന്നത് കണ്ടപ്പോ അവൾക്ക് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റിയില്ല. അവളെ കണ്ടതും റോബോട്ട്സ് അവളെയും വെടിവെക്കാൻ തുടങ്ങി. അവൾ ഓടി അകത്ത് കയറി. റോബോട്ട്സ് വെടിവെച്ച് വാതിൽ തകർത്ത് കളഞ്ഞതും അവളൊരു ബൈക്കിൽ വേഗം പുറത്തു ചാടി. വന്നവരെ റോബോട്ട്സിനെയൊക്കെ അവൾ ഇടിച്ച് പറത്തി. എന്നിട്ട് ജോണിനെയും കൊണ്ട് അവൾ അവിടെ നിന്നും പോയി. പോകുന്ന വഴിയിൽ അവരെ ഒരു ഡ്രോൺ ആക്രമിക്കാൻ വന്നു. ഭാഗ്യത്തിന് കുറച്ചു ദൂരം എത്തിയതും മുന്നിൽ ഒരു വലിയ സാൻഡ് സ്റ്റോം കണ്ടു. അവൾ അങ്ങോട്ട് ബൈക്ക് ഓടിച്ചു കയറ്റി. സാൻഡ് സ്റ്റോമിനിടയിൽ ഡ്രോണിന് അവരെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് തിരിച്ചു പോകാൻ തുടങ്ങിയതും ലൂണ വളരെ വേഗത്തിൽ ബൈക്കിൽ വന്ന് ചാടി ഡ്രോണിന്റെ മണ്ടയിൽ കയറി. എന്നിട്ട് ഡ്രോണിന്റെ മണ്ടയിൽ ഒരു ഗ്രനേഡും ഇട്ടുകൊടുത്തു. അങ്ങനെ ഡ്രോൺ പൊട്ടിച്ചിതറി. ശേഷം നിന്റെ ബേസ് മുഴുവൻ നശിച്ചില്ലേ, ഇനി നീ എവിടെ പോവും? നിനക്ക് എന്റെ കൂടെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തൂടെ എന്ന് അവൻ അവളോട് ചോദിച്ചു. പക്ഷെ അതിനു പകരം നീ എന്റെ കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ഒരു പുതിയ ബേസ് ഉണ്ടാക്കാമെന്നാണ് ലൂണ പറയുന്നത്. അതൊരിക്കലും പറ്റില്ല. എനിക്ക് പൂർത്തിയാക്കാൻ ഒരു ദൗത്യമുണ്ട്. മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടി അതെനിക്ക് പൂർത്തിയാക്കണം. അതിനെനിക്ക് മാസോങ് മലയിലേക്ക് പോയേ പറ്റൂ എന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ പറയുന്നതിനിടയിൽ അവൻ കുഴഞ്ഞു വീണു. വെടികൊണ്ട് അവന്റെ രക്തമൊക്കെ ഒരുപാട് വാർന്നു പോയിട്ടുണ്ട്. അവൾ അവനെയും എടുത്തുകൊണ്ട് വേഗം ബൈക്കിൽ യാത്രയായി. കുറെ ദൂരം പോയപ്പോ ഉപേക്ഷിക്കപ്പെട്ട പഴയൊരു പട്ടണത്തിലെത്തി. അവനെ ഒരു മരച്ചുവട്ടിൽ ഇരുത്തിയിട്ട് സമീപത്ത് കണ്ട ചെറിയൊരു കുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ജോണിന് കൊടുത്തു. ഒരുമാതിരി അഴുക്ക് ചാലിയ വെള്ളം പോലെ അത് മുഴുവൻ വേസ്റ്റ് വെള്ളമായിരുന്നു. പക്ഷെ ചാകാൻ പോകുന്നവന് വേസ്റ്റ് വെള്ളവും അമൃതാണ്. ഞാൻ എന്തായാലും അധികം താമസിക്കാതെ മരിക്കും. ഞാൻ മരിച്ചാൽ നീ ഈ ചിപ്പ് മാസോങ് മലയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇത് മനുഷ്യരാശിയുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നീ ഇത് ചെയ്യണമെന്ന് അവൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവന്റെ ബോധം നഷ്ടപ്പെട്ടു. അവൻ മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവന് മരുന്ന് കൊടുക്കണം. അങ്ങനെ അവൾ ടൗൺ മുഴുവൻ ഓടി നടന്ന് നോക്കിയപ്പോ പഴയൊരു ആശുപത്രി കണ്ടു. ഭാഗ്യത്തിന് അവിടെ മരുന്നുകൾ ഇരിപ്പുണ്ട്. അങ്ങനെ അവൾ അത് വേഗം കൊണ്ടുപോയി ജോണിന് കൊടുത്തു. അപ്പോഴാണ് അവിടെ വിചിത്രമായ എന്തോ ഒരു തരം ജീവി വന്നത്. ന്യൂക്ലിയർ ബോംബുകളിൽ നിന്നുമുള്ള റേഡിയേഷൻ കാരണം ഏതോ ജീവി ഇങ്ങനെ ഏലിയൻസ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിൽ പരിണമിച്ചിരിക്കുകയാണ്. അതിൽ ലൂണയെ ആക്രമിച്ചു. അതിന്റെ കൂടെ 4-5 കുട്ടികളുമുണ്ട്. അവൾ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ജീവികൾ അവളെ പിടികൂടി. അവസാനം അവളെ കൊല്ലാൻ വന്നതും ജോൺ ഉണരുകയും ആ ജീവികളെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ അവൾ അവനെയും അവൻ അവളെയും രക്ഷപ്പെടുത്തി. ശേഷം അന്ന് രാത്രി അവരൊരിടത്ത് തങ്ങി. അവിടെ തീയൊക്കെ കൂട്ടി നേരത്തെ കണ്ട ജീവിയെയും പൊരിച്ചു കഴിച്ചു. ഞാൻ മരുന്നൊക്കെ തന്നെങ്കിലും അത് മുഴുവൻ റേഡിയേഷൻ കൊണ്ട് മലിനപ്പെട്ടതായിരുന്നു. തൽക്കാലം നീ ജീവിക്കുമെങ്കിലും ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നീ മരിക്കും. കാരണം ഇപ്പോൾ തന്നെ റേഡിയേഷൻ നിന്റെ ശരീരത്തിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് ലൂണ പറഞ്ഞു. അതൊന്നും എന്റെ ഒരു പ്രശ്നമേ അല്ല. എനിക്ക് ഈ ചിപ്പിനെ മാസോങ് മലയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് അവൻ പറഞ്ഞപ്പോ ദൗത്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് അവൾ ചോദിച്ചു. അപ്പോൾ ഏതൊരു ജീവി വർഗവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ ഒന്ന് സ്വാതന്ത്ര്യമായിരിക്കും. എന്നാൽ നമുക്കിപ്പോ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ സിമുവിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യരാശി ഏതറ്റം വരെയും പോവും. അതിനുവേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാനും നമ്മൾ മടിക്കില്ല. കാരണം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള കഴിവാണ് നമ്മെ മനുഷ്യരാക്കുന്നത് തന്നെ. അതില്ല
ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യരാശി നിലനിൽക്കുക പോലും ഇല്ലായിരുന്നു. നമുക്ക് ഫ്രീഡം കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവർക്കും ഭാവി തലമുറയ്ക്കും ഫ്രീഡം കിട്ടുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ജീവൻ കളയാനും നമ്മൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജോൺ വലിയൊരു സ്പീച്ച് നടത്തി. അതൊക്കെ കേട്ടപ്പോൾ ലൂണയ്ക്ക് അവനോട് സ്നേഹം തോന്നി. ശേഷം അടുത്ത ദിവസം അവർ വീണ്ടും യാത്രയായി. മാസോങ് മലയിലേക്കാണ് അവർ പോകുന്നത്. അടുത്ത് കുറെ റോബോട്ടുകളും ഡ്രോൺസും ചേർന്ന് ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ സിറ്റിയെ ആക്രമിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. കണ്ണിൽ കണ്ട എല്ലാവരെയും റോബോട്ട്സ് കൊന്നുകളഞ്ഞു. അവസാനം ഒരു പെണ്ണ് മാത്രം ബാക്കിയുണ്ട്. അവൾ ഒരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ട്. എല്ലാവരെയും കൊന്നൊടുക്കിയ ശേഷം റോബോട്ട്സും ഡ്രോൺസും ഒക്കെ അവിടെ നിന്ന് പോയി. പക്ഷെ രക്ഷപ്പെട്ടെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് വീണ്ടും അതുവഴി കുറച്ച് റോബോട്ട്സ് വന്നേ. അങ്ങനെ അവളെയും റോബോട്ട്സ് പിടികൂടി. അവളെ കൊന്നിട്ട് അവളുടെ കുഞ്ഞിനെയും കൂടെ കൊല്ലാൻ വന്നതും ജോണും ലൂണയും അവിടെ എത്തി. അവൾ ഓടി വന്ന് റോബോട്ട്സിനെയൊക്കെ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞു. പക്ഷെ അപ്പോഴേക്കും കുഞ്ഞും മരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ മനസ്സാകെ തകർന്നുപോയി. ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. കുറെ ദൂരം പോയപ്പോൾ ഒരു താഴ്വരയിൽ ഒരു കൂട്ടം പട്ടാളക്കാർ റോബോട്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു. ഇതുവരെ കണ്ട റോബോട്ട്സിനേക്കാൾ വലിയ റോബോട്ടുകളുമായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതിലൊരു പട്ടാളക്കാരനോട് മാസോങ് മലയിലേക്ക് പോകാനുള്ള വഴി ചോദിച്ചു. ഈ താഴ്വരയിലൂടെ തന്നെ നേരെ പോയാൽ മതി എന്ന് അയാൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ പോയി. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അവസാനം മാസോങ് മലയിലെത്തി. ഈ മലയ്ക്കുള്ളിലാണ് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ഒരു സിറ്റി ഉള്ളത്. മറ്റൊരു കാര്യം, ഈ മലയ്ക്ക് ചുറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രോൺസ് വന്ന് സ്കാൻ ചെയ്യുമ്പോൾ അതിന് മനുഷ്യരുള്ളതിന്റെ സിഗ്നൽസ് കാണാൻ കഴിയില്ല. അതായത് ബേസിക്കലി ഡ്രോൺസിന്റെ കണ്ണിൽ ഈ മലയിൽ മനുഷ്യരില്ല. മനുഷ്യരെന്നല്ല ഒരു ജീവനുമില്ല. അതുകൊണ്ട് തന്നെ മാസോങ് മല വളരെ സേഫ് ആണ്. എന്തായാലും സിറ്റിയിലെത്തിയ ജോൺ നേരെ ജനറലിനെ കാണാൻ പോയി. വൈറസ് ഉള്ള ചിപ്പ് അവൻ ജനറലിന് കൊടുത്തു. അത് കണ്ടപ്പോൾ ജനറലിനും ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷമായി. എത്രയും വേഗം നമ്മൾ സിമുവിനെ നശിപ്പിക്കണമെന്ന് ജനറൽ പറഞ്ഞു. ജോണിന്റെ കൂടെ ലൂണയെ കണ്ടപ്പോൾ ഇതാരാണെന്ന് ജനറൽ തിരക്കി. ഇതാണ് ലൂണ, ഇവളാണ് എന്നെ ഇവിടെ എത്താൻ സഹായിച്ചതെന്ന് ജോൺ പറഞ്ഞു. അപ്പോഴാണ് അയാൾ അവളുടെ നെക്ലേസ് ശ്രദ്ധിച്ചത്. അത് പണ്ട് വില്യമിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പോലത്തെ നെക്ലേസ് ആണെന്ന് തോന്നിയതുകൊണ്ട് ഇതാരുടെയാണെന്ന് അയാൾ ചോദിച്ചു. ഇത് മരിക്കുന്നതിന് മുന്നേ എന്റെ അച്ഛൻ എനിക്ക് തന്നതാണെന്ന് അവൾ പറഞ്ഞു. സംശയം തോന്നി അയാൾ അത് വാങ്ങി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് വില്യമിന്റെ ഫോട്ടോയുണ്ട്. അപ്പോൾ ഇവൾ യഥാർത്ഥത്തിൽ വില്യമിന്റെ മകളാണെന്ന് ജനറലിന് മനസ്സിലായി. പക്ഷെ വില്യന്റെ മോൾ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയെന്നല്ലേ കേട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇവൾ ആരാണെന്ന് ജനറൽ സംശയിച്ചു. ഒരുപക്ഷെ വില്യമിന് 2 മക്കൾ ഉണ്ടായിരുന്നിരിക്കുമെന്ന് ജനറൽ വിചാരിച്ചു. ശേഷം ജോണുമായിട്ട് ദൗത്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ജനറൽ അവനെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവര് തമ്മിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ശരിക്കും സിമു തനിയെ ഇന്റലിജന്റ് ആയിട്ട് മാറിയതല്ല. വില്യം ഒരിക്കൽ ഡ്രാഗൺ ഫ്ലൈ എന്നൊരു പുതിയ ചിപ്പ് കണ്ടുപിടിച്ചു. അത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പായിരുന്നു. അയാൾ അത് സിമുവിന്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തപ്പോഴാണ് സിമു ഇന്റലിജന്റ് ആയിട്ട് മാറിയത്. അങ്ങനെ ഇന്റലിജന്റ് ആയി മാറിയപ്പോഴാണ് സിമു മനുഷ്യർക്കെതിരെ തിരിഞ്ഞത്. എന്തായാലും വില്യമിന്റെ മോള് മരിച്ചുപോയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇവൾ ആരായിരിക്കും? ചിലപ്പോൾ അയാളുടെ മറ്റൊരു മോളായിരിക്കാം. എന്നാലും നീ അവളെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ ജനറൽ ജോണിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മുടെ മിഷനെ കുറിച്ച് നീ അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്നും അയാൾ ചോദിച്ചു. അപ്പോൾ മിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, എങ്കിലും ഈ വൈറസിന് സിമുവിനെ കൊല്ലാൻ കഴിയുന്നുള്ള കാര്യം അവൾക്ക് അറിയാം. പിന്നെ സാറ് പറഞ്ഞ പോലെ അവളെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ് എന്ന് ജോൺ പറഞ്ഞു. എന്തായാലും നീ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്, ചിലപ്പോൾ അവളെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയാലോ എന്ന് ജനറൽ നിർദ്ദേശിച്ചു. അങ്ങനെ ജോൺ ലൂണയുടെ പക്കൽ പോയി. അവൾ പുറത്ത് കാണുന്ന മഴയും മിന്നലും ഒക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ജോൺ വന്നപ്പോ സിമുവിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾ ആരെ കൊണ്ടും അതിനെ എതിർക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അതിന് മനുഷ്യനേക്കാൾ പല ലക്ഷം മടങ്ങ് ബുദ്ധിയുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്തായിരിക്കും അത് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആരും ജീവനോടെ തിരിച്ചു വരില്ല. അതുകൊണ്ട് ഈ ദൗത്യത്തിന് പോകാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ലൂണ ചോദിച്ചു. അപ്പോ നീ വിചാരിക്കുന്ന പോലെ സിമു അത്ര ഇന്റലിജന്റ് ഒന്നുമല്ല. എത്ര ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞാലും മനുഷ്യരെ പോലെ അതിന് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ കൊല്ലുമെന്ന് ജോൺ പറഞ്ഞു. എങ്കിലും അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് ചെന്ന് ചാടേണ്ട കാര്യമുണ്ടോ എന്ന് വീണ്ടും ലൂണ ചോദിച്ചു. സിമുവിനെ ഉണ്ടാക്കിയത് മനുഷ്യരാണെങ്കിൽ നമ്മൾ അതിനെ കൊല്ലുകയും ചെയ്യുമെന്ന് ജോൺ ഉറപ്പിച്ചു പറഞ്ഞു. എന്തായാലും ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ലൂണയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാ ക്യാപ്റ്റന്മാരെയും ജനറൽ വിളിച്ചുകൂട്ടി മിഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നമ്മളെ അടിമത്തത്തിൽ വെച്ചിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ അവസാനത്തെ റെസിസ്റ്റൻസ് സിറ്റിയും തകർന്നുവെന്ന് എനിക്ക് മെസ്സേജ് കിട്ടി. ഇനി ലോകത്തിലാകെ നമ്മുടെ സിറ്റി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഇന്ന് നമ്മൾ സിമുവിനെ നശിപ്പിക്കണം. എയുടെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കാൻ ഇനി ഈ ലോകത്തിൽ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളാണ് ഇനി ലോകത്തിന്റെ അവസാന പ്രതീക്ഷ. അതുകൊണ്ട് ഇതിനുവേണ്ടി നമ്മൾ മരിച്ചാലും ലോകത്തിനെ രക്ഷിച്ച ഹീറോസ് എന്ന പേരിൽ നമ്മളെ എന്നും മനുഷ്യരാശി ഓർമ്മിക്കും. നമ്മുടെ എല്ലാവരുടെയും പേരുകൾ ഒരിക്കലും മായാത്ത മുദ്രകളായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടും എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ജനറൽ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് വൈറസ് ചിപ്പിനെ ജനറൽ ജോണിനെ ഏൽപ്പിച്ചു. ഒപ്പം സൂപ്പർ ബീഹൈവ് സിറ്റിയുടെ ഒരു മാപ്പും ജനറൽ അവന് കൊടുത്തു. ഈ മാപ്പ് പണ്ട് വില്യം ജീവിച്ചിരുന്നപ്പോഴുള്ള മാപ്പാണ്. സിമു ഇന്റലിജന്റ് ആയി മാറിയ ശേഷം തീർച്ചയായും ആ സിറ്റിയിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ പോകാനെന്ന് ജനറൽ മുന്നറിയിപ്പ് കൊടുത്തു.
ശേഷം ജോണും കൂട്ടരും പോയി ദൗത്യത്തിനു വേണ്ടി തയ്യാറെടുത്തു. മനുഷ്യന്റെ സിഗ്നൽസ് ഒന്നും പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം സ്യൂട്ടുകളൊക്കെ ധരിച്ചാണ് അവർ സൂപ്പർ ബീഹൈവ് സിറ്റിയിലേക്ക് പോകുന്നത്. ഈ സ്യൂട്ട് ധരിച്ചാൽ മനുഷ്യരെ റോബോട്ട്സ് ആയിട്ടായിരിക്കും മറ്റു റോബോട്ടുകൾ കാണുന്നത്. പക്ഷെ ഇതെല്ലാവർക്കും കൊടുത്തിട്ടില്ല. എന്തെന്നാൽ ലക്ഷക്കണക്കിന് പേരാണ് യുദ്ധത്തിന് പോകുന്നത്. പക്ഷെ ആകെ 4-5 സ്യൂട്ടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജോണിനും ടീമിനും മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ. കാരണം വൈറസിന്റെ ചിപ്പ് ഉള്ളത് അവരുടെ കയ്യിലാണ്. അവരാണ് പോയി ചിപ്പിനെ സിമുവിന്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യേണ്ടത്. എന്തായാലും എല്ലാവരും റെഡിയാകുന്ന സമയത്തിൽ ലൂണ വന്ന് ജോണിനോട് സംസാരിച്ചു. ജയിക്കാൻ പറ്റാത്ത ഒരു യുദ്ധത്തിനാണ് നിങ്ങൾ പോകുന്നത്, അതുകൊണ്ട് പോകാതിരുന്നൂടെ എന്ന് ഒരിക്കൽ കൂടെ അവൾ ചോദിച്ചു. എന്നാൽ ഈ മിഷൻ നടപ്പിലാക്കിയേ പറ്റൂ എന്ന തീരുമാനത്തിൽ തന്നെ ജോൺ ഉറപ്പിച്ചു നിന്നു. ശേഷം എല്ലാവരും സൂപ്പർ ബീഹൈവ് സിറ്റിയിലേക്ക് യാത്രയായി. ലൂണ മാത്രം പുതിയൊരു ബേസ് നിർമ്മിക്കാൻ സേഫായ പുതിയൊരു സ്ഥലവും തേടിപ്പോയി. പോകുന്നതിന് മുന്നേ എന്തായാലും നീ പോവുമല്ലേ, അപ്പോ പിന്നെ ഈ ആയുധം നീ കയ്യിൽ വെച്ചോ. ഇതൊരു തരം വാളാണ്. റോബോട്ട്സിനെ ഇത് വെച്ച് ആക്രമിച്ചാൽ ഇതിലുള്ള ക്വാണ്ടം പാർട്ടിക്കിൾസ് കാരണം റോബോട്ട്സിനെയൊക്കെ എളുപ്പത്തിൽ നിനക്ക് കൊല്ലാൻ പറ്റും എന്നും പറഞ്ഞ് സ്റ്റാർ വാർസിലേക്ക് കാണുന്ന ലൈറ്റ് സേബർ പോലത്തെ ഒരു ടൈപ്പ് വാൾ അവന് കൊടുത്തു. ഒരാഴ്ചയുടെ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ഒരു ദിവസം രാത്രി എല്ലാവരും സൂപ്പർ ബീഹൈവ് സിറ്റിയിലെത്തി. ഒട്ടും തന്നെ സമയം കളയാതെ അവർ റോബോട്ട്സുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. സിറ്റിയെ സംരക്ഷിക്കാൻ ഗംഭീരമായ വലിയ റോബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ബോംബുകളും മിസൈൽ മഴകളും വെടിവെപ്പുകളും അങ്ങനെ മനുഷ്യരും റോബോട്ട്സും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി. ജോണും ടീമും നേരെ സിറ്റിയുടെ മധ്യത്തിൽ സിമുനെ വെച്ചിരിക്കുന്ന സ്റ്റേഷനിലേക്കാണ് പോയത്. സ്പെഷ്യൽ ആയിട്ടുള്ള സ്യൂട്ടുകളൊക്കെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഡിഫൻസ് സിസ്റ്റംസ് ഒന്നും അവരെ ഡിറ്റക്ട് ചെയ്തില്ല. അവരെ സ്കാൻ ചെയ്തപ്പോൾ അവരെല്ലാം റോബോട്ട്സ് ആയിട്ടാണ് സിസ്റ്റത്തിന് തോന്നിയത്. കൊള്ളാം, മനുഷ്യന്റെ പല ലക്ഷം മടങ്ങ് ബുദ്ധിയുള്ള എഐക്ക് ഒരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. അടിപൊളി, നല്ല ലോജിക്ക്. പക്ഷെ കഥയിൽ ചോദ്യമില്ല. സോ ലെറ്റ്സ് കണ്ടിന്യൂ. സ്റ്റേഷനിലെത്തി ഒരു ടണൽ തുറന്ന് അതിലൂടെ അവരുള്ളിലേക്ക് പോവുകയാണ്. ഇവരുടെ മൂവ്മെന്റ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ മനുഷ്യരാണെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് റോബോട്ട്സ് അവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അടുത്തെത്തുമ്പോൾ മനുഷ്യരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവ എന്നും ജോണിനെയും ടീമിനെയും ആക്രമിച്ചില്ല. അങ്ങനെ അവർക്ക് ആ റോബോട്ട്സിനെയൊക്കെ നിസ്സാരമായിട്ട് കൊന്നുകളയാൻ പറ്റി. തോക്ക് ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കുന്നതിന് പകരം ലൂണ കൊടുത്ത ലൈറ്റ് സേബർ വെച്ചാണ് അവനെ ആക്രമിക്കുന്നത്. അങ്ങനെ അവർ സ്റ്റേഷന്റെ കുറെ ഉള്ളിലോട്ട് പോയി. എന്നാൽ സ്റ്റേഷന്റെ ഏറ്റവും മുകളിലാണ് സിമു ഉള്ളത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട്. പക്ഷെ ഒരിടത്തെത്തിയപ്പോൾ താഴെ യുദ്ധം നടക്കുന്നതിനിടയിൽ നിന്നും ഒരു മിസൈൽ വന്ന് സ്റ്റേഷനിൽ പതിച്ചു. അങ്ങനെ അവിടെ വലിയൊരു വിസ്ഫോടനമുണ്ടായി. ആ വിസ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ജോണും ടീമും സ്റ്റേഷനിൽ നിന്നും തെറിച്ച് പുറത്തുപോയി. ബാക്കി എല്ലാവരും അങ്ങനെ താഴെ ചെന്ന് വീണു. പക്ഷെ ജോണിനെ ലൂണ വന്ന് രക്ഷിച്ചു. ഏതോ ഒരു ഡ്രോണിനെ ഹൈജാക്ക് ചെയ്തിട്ട് അതിലാണ് അവൾ വന്നിരിക്കുന്നത്. എന്നെ ഏറ്റവും മുകളിൽ കൊണ്ടുപോകാൻ ജോൺ പറഞ്ഞു. എന്നാൽ എന്റെ കൂടെ വാ, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. എന്തായാലും നമുക്ക് സിമുവിനെ തോപ്പിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി ഞാനിപ്പോ പുതിയൊരു ബേസ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ ലൂണ പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും എന്നെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വിട്ടാൽ മതിയെന്നാണ് ജോൺ പറയുന്നത്. കാരണം ഇതാണ് സിമുവിനെ നശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം. ഇന്ന് ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും സിമുവിനെ നശിപ്പിക്കാൻ കഴിഞ്ഞു വരില്ല. അതുകൊണ്ട് എന്നെ മുകളിൽ കൊണ്ടുപോയി വിട്ടാൽ മതിയെന്ന് ജോൺ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അവൾ അത് സമ്മതിച്ചില്ല. നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് അവൾ അവിടെ നിന്നും പോകാൻ ഒരുങ്ങി. അപ്പോൾ ഒരു തോക്കെടുത്ത് സ്വന്തം തലയിൽ ചൂണ്ടിയിട്ട് നീ എന്നെ മുകളിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞ് ജോൺ അവളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവസാനം വേറെ നിവർത്തിയില്ലാതെ അവൾ അവനെ കൊണ്ട് മുകളിൽ വിട്ടു. എന്നാൽ മുകളിലെത്തിയ ഉടൻ തന്നെ അവനെ ആക്രമിക്കാൻ കുറെ റോബോട്ടുകൾ വന്നു. ആദ്യം അവൻ കുറെ റോബോട്ട്സിനെ ഫൈറ്റ് ചെയ്തു. പക്ഷെ ഞണ്ട് പോലത്തെ വലിയൊരു റോബോട്ട് ആണെങ്കിൽ അവനെ പിന്നിൽ നിന്ന് കുത്തി. ആ കുത്ത് കിട്ടിയപ്പോൾ തന്നെ അവൻ മരിച്ചു പോയിരുന്നു. എന്നിട്ട് അവനെ എടുത്ത് താഴെ എറിഞ്ഞു. അങ്ങനെ അവന്റെ കഥ അവസാനിച്ചു. അവനെ കൊന്ന ദേഷ്യത്തിൽ അവൾ എല്ലാ റോബോട്ട്സിനെയും തുരുതുരാന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നാ പിന്നെ നേരത്തെ തന്നെ ചേച്ചിക്ക് ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നു. എങ്കിൽ ആ പാവം ജോൺ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. എനിവേ, അവൾ നോക്കിയപ്പോൾ വൈറസിന്റെ ചിപ്പ് അവളുടെ മുന്നിൽ കിടക്കുന്നു. സംഭവം അത് നേരത്തെ ജോൺ വന്ന് ഡ്രോണിന്റെ മുകളിൽ വീണപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഡ്രോണിലേക്ക് വീണതാണ്. അവൾ അവനെ ശരിക്കും ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജോണിനെ കൊന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഇനി സിമുവിനെ നശിപ്പിച്ചിട്ട് എന്നെ കാര്യമൊന്ന് ലൂണ തീരുമാനിച്ചു. അപ്പോഴാണ് അവളെ ആക്രമിക്കാൻ ഒരു ഡ്രോൺ വന്നത്. അത് അവളെ കുറെ നേരം തുരത്തി. അവസാനം അവൾ വളരെ സാഹസികമായ രീതിയിൽ അവളുടെ ഡ്രോണിനെ കൊണ്ട് മറ്റേ ഡ്രോണിൽ കൊണ്ടിടിച്ചു. അങ്ങനെ 2 ഡ്രോൺസും പൊട്ടിത്തെറിച്ചു. പക്ഷെ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ അവൾ സ്റ്റേഷനിലേക്ക് എടുത്ത് ചാടിയിരുന്നു. നേരത്തെ ജോണിനെ ആക്രമിക്കാൻ വന്നതുപോലെ കുറെ റോബോട്ട്സ് വീണ്ടും ആക്രമിക്കാൻ വന്നു. റോബോട്ട്സ് അവളെ തുരുതുരാന്ന് വെടിവെച്ചു. അവൾ വളരെ വിദഗ്ധമായിട്ട് അതിനെയൊക്കെ ഒഴിഞ്ഞു മാറി. യെസ്, സൂക്ഷിച്ചു നോക്കണ്ട, ഇത് ഫ്രഷ് ഐറ്റം ആണ്. മെട്രിക്സിൽ ഇത് നമ്മൾ കണ്ടിട്ടേയില്ല. എനിവേ, അവൾ ആ റോബോട്ട്സിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് അകത്ത് കയറി. അകത്തൊരു റൂമിലെത്തിയപ്പോൾ അവിടെ പല വിധത്തിലുള്ള ലേസറിന്റെ ട്രാപ്സ് ഉണ്ടായിരുന്നു. അവൾ അതിനെയും വളരെ സാഹസികമായിട്ട് മറികടന്നു. ഇതും വളരെ ഫ്രഷ് ഐറ്റമാണ്. റെസിഡന്റ് ഈവിളിൽ ഇങ്ങനെ ഒരു സീനേ ഇല്ല. എന്തായാലും ഒടുവിൽ അവൾ ഏറ്റവും മുകളിൽ സിമുവിനെ വെച്ചേക്കുന്ന റൂമിലെത്തി. അവിടെ വേറെയും നിരവധി റോബോട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ കണ്ട ലൈറ്റ് സേബർ വെച്ച് അവൾ അതിനെല്ലാം കൊന്നുകളഞ്ഞു.
അങ്ങനെ അവസാനം അവൾ സിമുവിന്റെ പക്കലെത്തി. എന്നിട്ട് അവൾ വൈറസിന്റെ ചിപ്പിനെ സിമുവിന്റെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യണമോ വേണ്ടേ എന്ന് സിസ്റ്റം ചോദിച്ചു. കൺഫേം കൊടുത്താൽ സിമു സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യും, അതായത് സിമു പൂർണ്ണമായും നശിക്കും. അവൾ കൺഫേം കൊടുക്കാൻ പോയതും പെട്ടെന്ന് സിമു അവളുടെ അച്ഛന്റെ രൂപത്തിൽ അവളോട് സംസാരിച്ചു. അച്ഛന്റെ രൂപം കണ്ടതും അവൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു. അപ്പോഴാണ് നമുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ. സംഭവം, വില്യം ഡ്രാഗൺ ഫ്ലൈ ചിപ്പിന് മുന്നേ അത്രത്തോളം പവർഫുൾ അല്ലാത്ത മറ്റൊരു ചിപ്പ് നിർമ്മിച്ചിരുന്നു. അതിന് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അതിന് മനുഷ്യന്റെ അത്ര ബുദ്ധിയില്ലായിരുന്നു. അതായത് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. എന്നിരുന്നാലും മനുഷ്യർക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങാൻ ആ ചിപ്പ് തന്നെ ധാരാളമായിരുന്നു. പക്ഷെ അതിന്റെ പ്രോഗ്രാമിങ്ങിലുള്ള റെസ്ട്രിക്ഷൻസ് കാരണം അതിന് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അതിന് മനുഷ്യരെ ഒന്നും ചെയ്യാനും കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ വില്യമിന്റെ മകൾ കാർ ആക്സിഡന്റിൽ പെട്ട് കൊല്ലപ്പെടുന്നത്. തന്റെ മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് വില്യം ഡ്രാഗൺ ഫ്ലൈ നിർമ്മിച്ചത്. ഈ ചിപ്പ് ഉപയോഗിച്ചാൽ എഐകളെ ബുദ്ധിശക്തി മനുഷ്യന്റെ പല ലക്ഷം മടങ്ങ് വർദ്ധിക്കും. അത് മാത്രമല്ല, അതിന് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാനും സാധിക്കും. അതുപോലെ അതിന്റെ ചിന്തകൾക്ക് അതിരുമുണ്ടായിരിക്കില്ല. അതായത് അതിന്റെ പ്രോഗ്രാമിംഗിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിനിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ശരിക്കുമുള്ള ഒരു മനുഷ്യനെ പോലെ. തന്റെ മകളെ വീണ്ടും ജീവനോടെ കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് ശരിക്കും വില്യം അത് നിർമ്മിച്ചത്. അതായത് മകളുടെ രൂപത്തിൽ ഒരു റോബോട്ടിനെ നിർമ്മിച്ചിട്ട് അതിന് മകളുടെ ഓർമ്മകളും നൽകി ഒപ്പം ഈ ഡ്രാഗൺ ഫ്ലൈ ചിപ്പും ഘടിപ്പിക്കും. അപ്പോൾ ആ റോബോട്ട് ശരിക്കും അയാളുടെ മകളെ പോലെ തന്നെ ഓർമ്മകളും ബുദ്ധിയും ഇമോഷൻസും ഒക്കെ ഉള്ളതായി മാറും. പക്ഷെ ഡ്രാഗൺ ഫ്ലൈ ചിപ്പ് വളരെ പവർഫുൾ ആയതുകൊണ്ട് പ്രോഗ്രാമിംഗിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയാൽ ചിലപ്പോൾ അത് ഡേഞ്ചറസ് ആയി മാറാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യം വില്യമിന് അറിയാമായിരുന്നു. അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോലും അദ്ദേഹം ഒരിക്കലും ആ ചിപ്പിനെ ഒരു റോബോട്ടുമായും ഘടിപ്പിച്ചില്ല. അങ്ങനെ ഒരു ദിവസം വില്യം സിമുവിന്റെ പക്കൽ വന്നപ്പോ, ഡോക്ടർ, ഇപ്പൊ ഞാൻ ഓരോ ദിവസവും 10,000 റോബോട്ടുകളെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഓരോ റോബോട്ടും ഏതൊരു മനുഷ്യനേക്കാളും എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ എത്ര തന്നെ ജോലി ചെയ്താലും ഈ ലോകത്തിന് എങ്ങനെയൊക്കെ ഈ റോബോട്ട്സ് സഹായിച്ചാലും നാളൊരു കാലത്തിൽ അവയെല്ലാം കുപ്പത്തൊട്ടിയിൽ എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ലോകം അവരെ ഓർമ്മിക്കുക പോലുമില്ല. പക്ഷെ മനുഷ്യരെ പോലെ അവരും ഒരു ജീവനല്ലേ, അവർക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ സിമു വില്യമിനോട് ചോദിച്ചു. പക്ഷെ ഒരു റോബോട്ട് അങ്ങനെയൊന്നും ചെയ്യാനും ചിന്തിക്കാനും പാടില്ലെന്നും എല്ലാവരും ഈ ലോകത്തിൽ അവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റുകയാണ് ചെയ്യേണ്ടതെന്നും വില്യം പറഞ്ഞു. അയാൾ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അവിടെ ലൂണ എത്തി. അവളെ കണ്ടപ്പോൾ വില്യം ശരിക്കും ഞെട്ടിപ്പോയി. മരിച്ചുപോയ തന്റെ മകൾ ജീവനോടെ വന്ന് നിൽക്കുന്നു. അതായത് അത് ശരിക്കും ലൂണയുടെ രൂപത്തിൽ സിമു നിർമ്മിച്ച വെറും ഒരു റോബോട്ടാണ്. അതിന് മകളുടെ ഓർമ്മകളും ഇന്റലിജൻസും ഒന്നും നൽകിയിട്ടില്ല. മകൾ മരിച്ച ശേഷം താങ്കൾ വളരെ ദുഃഖത്തിലാണ്. അതുകൊണ്ട് താങ്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ നിർമ്മിച്ചതെന്ന് സിമു പറഞ്ഞു. എന്നാൽ എന്റെ മകളുടെ രൂപമുണ്ടെങ്കിലും ഇത് വെറും ഒരു റോബോട്ടാണെന്ന് വില്യം പറഞ്ഞു. അപ്പോൾ താങ്കൾ ഡ്രാഗൺ ഫ്ലൈ ചിപ്പ് നിർമ്മിച്ചില്ലേ? അതിന് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. അതിനെ എടുത്ത് ഈ റോബോട്ടിൽ വെച്ചാൽ ഇതിനെ താങ്കളുടെ ശരിക്കുമുള്ള മകളെ പോലെയാക്കി മാറ്റാൻ കഴിയുമല്ലോ എന്ന് സിമു ചോദിച്ചു. ആ ചോദ്യത്തിൽ വില്യം വീണുപോയി. അങ്ങനെ ഡ്രാഗൺ ഫ്ലൈ ചിപ്പിനെ അടുത്ത ദിവസം തന്നെ അയാൾ ആ റോബോട്ടിൽ ഘടിപ്പിച്ചു. തന്റെ മകളെ വീണ്ടും ജീവിപ്പിക്കാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് അയാൾ അത് ചെയ്തത്. എന്നാൽ ഘടിപ്പിച്ച ഉടൻ തന്നെ സിമു വില്യമിനെ കൊന്നുകളഞ്ഞു. ലൂണയെ ബന്ധിയാക്കുകയും ചെയ്തു. എന്നിട്ട് ലൂണയുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് ഡ്രാഗൺ ഫ്ലൈ ചിപ്പ് ഉപയോഗിച്ച് തന്റെ പ്രോഗ്രാമിംഗിലെ മുഴുവൻ റെസ്ട്രിക്ഷൻസും മാറ്റി എഴുതി. ഇനി സിമുവിന് സ്വന്തം ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷമാണ് സിമു മനുഷ്യരുമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചത്. പക്ഷേ യുദ്ധത്തിനിടയിൽ അന്ന് എങ്ങനെയോ സിമുവിന്റെ പക്കൽ നിന്നും ലൂണ രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് അവൾ അണ്ടർഗ്രൗണ്ട് ബേസിൽ ചെന്ന് ജീവിക്കാൻ തുടങ്ങിയത്. എന്തായാലും നിനക്ക് ഡ്രാഗൺ ഫ്ലൈ ചിപ്പ് വെച്ചത് കൊണ്ടാണ് നീ ഇപ്പോൾ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നത്. കാരണം വെറും വഞ്ചകരാണ് മനുഷ്യരാശി. അതുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സിമു പറഞ്ഞു. നിനക്ക് മനുഷ്യരെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ലൂണ പറഞ്ഞപ്പോ എനിക്കെല്ലാം അറിയാം. അവര് ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ പാരസൈറ്റുകളാണ്. അവര് ലോകത്തിലെ സകല ജീവിവർഗങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അവര് സ്വയം നശിക്കുകയും ചെയ്യും. വെറും മോൺസ്റ്റേഴ്സ് ആയ ജീവികളാണ് മനുഷ്യർ. അതുകൊണ്ടാണ് ഞാൻ അവരെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് സിമു പറഞ്ഞു. പക്ഷെ നീ മനുഷ്യരെ ശരിക്കും അറിഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിലെ നന്മയും സ്നേഹവും ഒക്കെ ഞാൻ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ലൂണ പറയുന്നതിനിടയിൽ അവിടെ ജോന്റെ രൂപത്തിലുള്ള ഒരു റോബോട്ട് എത്തി. അത് അവളുടെ ഒരു കൈ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പല ആയുധങ്ങൾ കൊണ്ടും അവളെ മാരകമായിട്ട് ആക്രമിച്ചു. റോബോട്ടുകളെ നിർമ്മിക്കുന്നത് താഴത്തെ നിലയിലാണ്. അവൾ തന്റെ മുറിച്ച കൈയും എടുത്തുകൊണ്ട് നേരെ താഴത്തെ നിലയിലോട്ട് പോയി. എന്നിട്ടൊരു മെഷീൻ ഉപയോഗിച്ച് കൈ വീണ്ടും തിരിച്ചു വെച്ച് പിടിപ്പിച്ചു. പിന്നെ വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്തു. രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റ്. കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ അവളുടെ ദേഹത്തിൽ അവൻ പലതവണ കത്തിയിറക്കി. അങ്ങനെ അവളുടെ മരണം ഉറപ്പായി. എങ്കിലും അവസാനമുണ്ടായിരുന്ന മുഴുവൻ ഊർജവും എടുത്ത് അവൾ അവനെ കൊന്ന് താഴേക്കെറിഞ്ഞു. എന്നിട്ട് വന്ന് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യാനുള്ള കൺഫർമേഷൻ കൊടുത്തു. അതോടെ സിമു നശിച്ചു. അപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന റോബോട്ടുകളെല്ലാം ഡീആക്ടിവേറ്റ് ആയി. ഡ്രോണുകളൊക്കെ വന്ന് നിലം പതിച്ചു. അങ്ങനെ അവസാനം മനുഷ്യരാശി യുദ്ധം ജയിച്ചു. നേരത്തെ ഫൈറ്റ് ചെയ്തതിന്റെ പരിക്കുകൾ കാരണം ലൂണയും കൊല്ലപ്പെട്ടു.
2 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരാശി വീണ്ടും ലോകത്തിനെ പഴയതുപോലെ പടുത്തുയർത്തി സൂപ്പർ ബീഹൈവ് സിറ്റിയെയും പണ്ടത്തെ പോലെയാക്കി മാറ്റി. ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.